ഹലോ. അപ്പോൾ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്ക് ഒരു പ്രൊമോ ആണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ഈ ആഴ്ച കണ്ടുല്ലോ അല്ലേ, നല്ല രംഗങ്ങൾ. നമ്മുടെ വിക്രമും വേദയും രക്ഷപ്പെട്ടു. പിന്നെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മാഷി വാസവൻ നല്ല ആഞ്ഞ് കളിച്ച് നമ്മുടെ മാഷിൻ്റെ വീട് ജപ്തി നടപടിക്കുള്ള എല്ലാം നോട്ടീസൊക്കെ ഒട്ടിച്ച് ആകെ ഇതായിട്ടിരിക്കുന്ന സങ്കടമുള്ള കാര്യമുണ്ട്. പിന്നെ നമ്മുടെ വിക്രമും വേദയും രക്ഷപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇച്ചിരി സന്തോഷമുള്ള കാര്യം. അപ്പോൾ അടുത്ത ആഴ്ച ഇനി എന്താണ് നമ്മുടെ പവിത്രം സീരിയൽ വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ഞാൻ അങ്ങനെ ടച്ച് ചെയ്ത രീതിയിലല്ല, അതിൻ്റെ ബേസിക് ഒരു പ്രൊമോ ആണ്. നെക്സ്റ്റ് വീക്കിൽ വരുന്ന മെയിൻ സീനുകളുടെ ഒരു പ്രൊമോ ആണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ വിക്രമും വേദയും ആ വണ്ടിയിലൂടെ വന്ന് രക്ഷപ്പെട്ട് അവർ നാട്ടിലെത്തുകയും അപ്പോൾ വേദ പറയുന്നുണ്ട് വേദയുടെ പേഴ്സും മൊബൈലും നഷ്ടപ്പെട്ടു, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞ് അവരവിടെ പോവുകയും അവിടെ ചെന്ന് ആ വീട്ടിൽ ആള് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം അകത്ത് കയറി ആ പേഴ്സും ആ മൊബൈലൊക്കെ എടുത്തുകൊണ്ട് അവർ തിരിച്ചു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ബൈക്കിൽ രണ്ടുപേരും ഒരുമിച്ച് അവർ ആ കാട്ടിലുണ്ടായിരുന്ന കുറേ നിമിഷങ്ങളും ഒക്കെ ആലോചിച്ച് അവരിങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട്, വേദ അമ്മ ചിലപ്പോൾ എന്തെങ്കിലും മോശമായിട്ടൊക്കെ നിന്റെ അടുത്ത് ദേഷ്യപ്പെടും, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരു ചിരിച്ച മുഖത്തോടു കൂടി വരുന്നുണ്ട്. എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, ഇപ്പം നിന്റെ കാലുവേദനയൊക്കെ മാറി, ശരിക്കും നിനക്ക് കാലുവേദന ഉണ്ടായിരുന്നോ വേദയെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ശരിക്കും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി വേദന ഉണ്ടായിരുന്നു, പകുതി എൻ്റെ നമ്പറായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ അതൊക്കെ കേട്ട് അവൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവളെ കയ്യും പിടിച്ച് ആ ബൈക്ക് ഇറങ്ങി വരുമ്പോഴേക്കും അമ്മയും നമ്മുടെ ശ്രീജയൊക്കെ ഓടി വരിക. അപ്പോൾ അമ്മ ശ്രീജയാണ് ഓടി വരുന്നത്. ശ്രീജ ഓടാനായിട്ട് അടുത്ത് വേദയെന്നും പറഞ്ഞ് പറഞ്ഞത് അമ്മ പതുക്കെ കൈ പിടിച്ചു. കാര്യം എന്ന് വെച്ചാൽ സ്വന്തം മോൻ്റെ കൂടെ എതിരെ സാക്ഷി പറയാൻ പോയതുകൊണ്ട് വേദയുടെ അടുത്ത് അത്ര വലിയ അറ്റാച്ച്മെൻറ്റ് അമ്മയ്ക്കില്ലല്ലോ. അപ്പം മുഖമൊക്കെ മാറി അമ്മയുടെ. അത് കഴിഞ്ഞ് പിന്നെ വന്നതിൻ്റെ ഒരു ആശ്വാസം ഉണ്ട്, മോൻ വന്നല്ലോ, അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നന്ദിനിയൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നന്ദിനി എത്തിയോ, എന്തായാലും നല്ല കറക്റ്റ് ടൈമിന് തന്നെ വന്നത്. നടന്ന് വെച്ച് നടന്ന വീട് അവസാനമായിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം വിക്രമിന് കിട്ടിയിട്ടുണ്ട്. കാര്യം വാസവന് ഇവിടെ ജപ്തിക്കുള്ള നോട്ടീസൊക്കെ കൊണ്ടൊട്ടിച്ചു എന്നുള്ള കാര്യവും ഇതിന് പിന്നിൽ വാസവനാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ നാട്ടിൽ ഇത്രയും ഒരു ഉണ്ടായി എന്നുള്ളതൊന്നും അവർ ചിന്തിച്ചില്ല. അപ്പോൾ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി നിന്നിട്ട് വിക്രം പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ മുതലാളിയായ മറ്റേ ശ്രീധരൻ മുതലാളിയുടെ അടുത്ത് പോവുകയും അവിടെ ചെന്നിട്ട് വൈദ്യുതിയുടെ കറണ്ട് കട്ടായി കിടക്കാമല്ലോ, അതിനെന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ മുതലാളിയുടെ വൈഫ് അവിടെ നിന്ന് കണ്ണും കൈയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഡയറക്റ്റായിട്ട് തന്നെ വിക്രമിൻ്റെ അടുത്ത് പറയും, വിക്രം വേറൊന്നുമല്ല ചേട്ടന്, അതായത് അവൻ്റെ മുതലാളിക്ക് പാർട്ടിയിൽ നിന്ന് നല്ല പ്രഷറുണ്ട്, ഈ വാസവൻ്റെ പാർട്ടിയിൽ നിന്ന്. കാര്യം എന്ന് വെച്ചാൽ നിനക്കെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൽ ലെവലിൽ അവൻ്റെ മുതലാളിക്ക് അതൊരു ഇതാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അവന് മനസ്സിലാവും അവൻ കാരണം ഇനിയിപ്പോൾ മുതലാളിക്ക് ഒരു ബുദ്ധിമുട്ട് വരും എന്നുള്ളത്. അവൻ അത് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു പോരുന്നുണ്ട്. അപ്പോൾ വിക്രമിൻ്റെ മുതലാളി അവൻ്റെ വൈഫിനോട് പറയുന്നുണ്ട്, എനിക്ക് എന്ത് പോയാലും കുഴപ്പമില്ല, കാരണം എനിക്ക് വേണ്ടിയിട്ട് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുള്ളവനാണ് വിക്രം, എനിക്ക് എന്ത് പോയാലും എനിക്ക് വിഷയമുള്ള കേസല്ല എന്ന് പറയുന്നുണ്ട്. കാരണം അയാൾക്കത് എന്തെങ്കിലും അവന് വേണ്ടി ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ സാഹചര്യങ്ങളുടെ ഒരു ഇതിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ആയി. ഇപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അയാൾക്കുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ വേദയുടെ അമ്മ വിക്രമിൻ്റെ അമ്മ കമലത്തെ ഒരു അമ്പലത്തിൽ വെച്ച് കാണുകയും എങ്ങനെയെങ്കിലും വേദേനെ ഇതിൽ നിന്ന് വിക്രമിൻ്റെ ആ ഒരു ബന്ധത്തിൽ നിന്നും അടർത്തി അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് അവർ കരഞ്ഞുകൊണ്ട് കമലത്തിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ കമലത്തിന് അതാകെ ഒരു ഷോക്കായി പോവാണ്. അപ്പോൾ എന്തായാലും എത്രയായാലും എൻ്റെ മകൻ കല്യാണം കഴിച്ച കുട്ടിയല്ല, അപ്പോൾ ആയിക്കോട്ടെ, അവർ അതിന് വേണ്ടുന്ന എന്താണെന്നും ചെയ്യാന്നുള്ള രീതിയിൽ അവർ വന്നിട്ട് പിന്നെയുള്ളവരുടെ പ്രകടനം വേദയോട് നേരിട്ട് പറയാണ്, ഇനി മുതൽ നീ ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് നിന്നെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല, ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തീർത്തും കമലം പറയുന്നുണ്ട്. അപ്പോൾ വേദ ആകെ ഷോക്ക്ഡായി പോവാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അല്ലെങ്കിലും വിക്രമിനും നിന്നെ വലിയ ഇഷ്ടമൊന്നുമല്ല, പിന്നെ നീ എന്തിനാ ഇവിടെ വലിഞ്ഞു കയറി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം കമലം വിക്രമിൻ്റെ അടുത്ത് പറയും, നിനക്കൊരിക്കലും അവളെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് അവളെ മുഖത്ത് നോക്കി നീ ഇപ്പോൾ പറയണം എന്ന് എന്നെ തീർത്ത് പറയുന്നുണ്ട്. അപ്പോൾ വിക്രമിൻ്റെ മനസ്സിൽ വേദയ്ക്കുള്ള സ്ഥാനം എന്ന് വെച്ചാൽ ഒരുപാട് സ്നേഹമാണ്, ഒരു ഭാര്യ
ഭാര്യ എന്ന രീതിയിൽ അവൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേദയുടെ മനസ്സിൽ അതിനേക്കാളേറെ വിക്രമിനെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ഭർത്താവ് എന്ന രീതിയിൽ വേദ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പക്ഷെ വിക്രം അത് തുറന്നു പറയാനായിട്ട് തയ്യാറാവുന്നില്ല. ആ സമയത്ത് നമ്മുടെ രാധ അവിടെ ഉണ്ടാവുകയും രാധ പറയുന്നുണ്ട്, രാധയ്ക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ വേദ വിക്രമിന്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ എനിക്ക് എന്തായാലും വിക്രമിന്റെ വൈഫായിട്ട് കയറി വരാമല്ലോ. അപ്പൊ കമലം പറയുന്നുണ്ട്, നീ തീർത്ത് ഇപ്പോൾ പറയണേ ഇവിടെ വേദേനെ എനിക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല, ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് പറയാൻ പറയും. എന്നിട്ട് കമലയുടെ നിർബന്ധത്തിന് വഴങ്ങി കമല പറയുന്നുണ്ട്, എന്നിട്ട് നീ ഈ രാധേനെ വിവാഹം കഴിക്കണം. അപ്പൊ വിക്രം പറയാം, ഞാൻ ആ രാധേനെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല, എനിക്ക് അങ്ങനെ കാണാനും കഴിയില്ല എന്ന് തീർത്ത് പറയാം. അപ്പൊ രാധ പറയുന്നുണ്ട്, അപ്പൊ കഴിഞ്ഞ ഒന്നാൾ ഒരു ദിവസം നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ് എന്നെ ഇഷ്ടമാണെന്നൊക്കെ, പിന്നെ എന്താണ് ഇപ്പോ? അപ്പൊ വേദ എന്തായാലും നിന്റെ ജീവിതത്തിൽ നിന്ന് പോവാണല്ലോ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് വേദ നെഞ്ചു പൊട്ടി അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദിനി വേദയുടെ ബാഗൊക്കെ എടുത്തുകൊണ്ടൊന്ന് എറിഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ ബാഗ് അതേ ഇവിടെ വെച്ചിട്ടുണ്ട്, എല്ലാം എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ വേദ വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ വായിന്ന് എപ്പോഴാണോ ഈ നിമിഷം നിങ്ങൾ പറയുകയാണ് എൻ്റെ മനസ്സിൽ നീ ഇല്ല എന്ന് തീർത്ത് പറയുകയാണെങ്കിൽ ആ നിമിഷം വേദ ഇവിടെ നിന്ന് പടിയിറങ്ങുക. പിന്നെ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ വേദ നിങ്ങളുടെ ഭാര്യയായിട്ട് വരില്ല എന്ന് തീർത്തു പറയുന്ന രംഗമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വിക്രം അവസാനം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി രാധയെ കല്യാണം കഴിച്ച് കൊള്ളാമെന്നും വേദയെ വേണ്ട എന്നും തീർത്തു പറയുന്നു. ഇത് കേൾക്കുമ്പോൾ വേദ അവിടെ നിന്ന് ഇറങ്ങി നെഞ്ചു പൊട്ടി തകർന്ന് ഇത്രയും ദിവസം നാളുകൊണ്ട് അവള് കൂട്ടി എടുത്തു വെച്ച് അവളുടെ ആ സ്വപ്നം ജീവിതം അവിടെ തകർന്നു പോകുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കത് കാണാൻ നമുക്ക് ആ കഥാപാത്രം നമ്മൾ ആ വേദേനെ അത്രയും ഇഷ്ടപ്പെടുന്ന നമുക്കത് കാണാൻ ഒരു വല്ലാത്ത ആ ഒരു സിറ്റുവേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ആ സീരിയൽ. നമുക്കത് വരും ദിവസങ്ങളിൽ അങ്ങനത്തെ കുറച്ച് നല്ല സങ്കടപ്പെടുത്തുന്ന കുറച്ച് ഇമോഷൻ സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം തകർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവൾ ആ ബാഗ് എടുത്ത് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് അച്ഛൻ്റെ അടുത്തോട്ട് പോകും, മാഷിൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ സ്വന്തം അച്ഛനെ പോലെയാണ് ഞാൻ മാഷിനെ കണ്ടതെന്നും അപ്പോൾ എന്ന് പറഞ്ഞ് അവളങ്ങ് വിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അച്ഛനൊന്നും പറയാൻ പറ്റില്ല. കാര്യം കമല പറയുന്ന കാര്യത്തിനെതിരായിട്ട് മാഷിനൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. വിക്രമിനും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ വന്നത്. അങ്ങനെ മാഷ് അവളെ അനുഗ്രഹിക്കും, മോളെ എവിടെ ചെന്നാലും നല്ല രീതിയിൽ നല്ലൊരു ജീവിതം മോൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുക. എന്നിട്ട് അവൾ അവിടെ നിന്ന് പടി ഇറങ്ങണം. എന്നിട്ടും കമലം പറയുന്നുണ്ട് അവളുടെ താലി അഴിച്ചു വെക്കണമെന്ന്. പക്ഷെ വിക്രം അതിന് തയ്യാറാവുന്നില്ല. അപ്പം നമ്മുടെ വേദ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഭാര്യ അല്ലാന്ന രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാം, പക്ഷെ ഒരിക്കലും ഈ താലി ഞാൻ നിങ്ങൾക്ക് അഴിച്ചു തരില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടിച്ചെടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയാം. പക്ഷെ വിക്രം ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ള ഒരു 100% ഉറപ്പ് അവൾക്കുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവൾക്കറിയാം 100% കൂടുതലും വിക്രമിന്റെ ഉള്ളിൽ ഇന്ന് വേദ അവളുടെ ഭാര്യ എന്ന സ്ഥാനം തന്ന അതിനെ ഒരുപാട് അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് വേദയ്ക്ക് നന്നായിട്ട് അറിയാം. വിക്രം വേദേനെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങി, രണ്ടുപേരും സ്നേഹിച്ചു തുടങ്ങി. അവർ പരസ്പരം സ്നേഹിച്ച് അവരെ മനസ്സിലാക്കി. കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണെങ്കിലും അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നിർബന്ധത്തിന് വഴങ്ങി വിക്രം അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ വേദ അവിടെ നിന്ന് പടി ഇറങ്ങുകയാണ്. അപ്പോൾ രാധയ്ക്ക് വലിയ സന്തോഷം. കാര്യം എന്നാന്ന് വെച്ചാൽ അമ്മ പറഞ്ഞ് അമ്മയുടെ മരുമകളായിട്ട് എന്നെ അംഗീകരിക്കാൻ പോണു എന്നുള്ളതൊക്കെ അറിഞ്ഞപ്പോൾ രാധയ്ക്കും വലിയ സന്തോഷം. അവൾ അവിടെ നിന്ന് ഇറങ്ങുന്ന നിമിഷം അവളുടെ ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു, വിക്രം ഇപ്പോൾ വിളിക്കുമായിരിക്കും. വിക്രമിന്റെ ഉള്ളിൽ നാവുകൊണ്ട് അവൻ ഇങ്ങനെ വിളിക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ വിക്രമം നിൽക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവൻ അത് ചെയ്തില്ല. അവൾ ആ പടിയിറങ്ങി പോവാണ്. എന്നിട്ട് വിക്രം പിന്നെ നേരെ അവിടെ നിന്ന് നേരെ റൂമിലോട്ട് പോയിട്ട് പിടിച്ചു നിന്ന് സങ്കടം മൊത്തം അവൻ ഒരുപാട് പൊട്ടിക്കരഞ്ഞങ്ങ് തീർക്കാണ്. വേദ എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു, അവളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് വിക്രമിന് ആ നിമിഷമാണ് മനസ്സിലാവുന്നത്. അവൾ എല്ലാം നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു അവസ്ഥ അവനായിപ്പോയി. അപ്പോൾ അത് അങ്ങനെ ഒരു സീനിൽ നിൽക്കുകയാണ്. പിന്നെ വരുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ മാഷ് ഒരു പത്രസമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടി ഇതിനെതിരെ അവരുടെ ഈ ഓരോ വാസവന്റെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുകയും പിന്നെ അവരുടെ വീട് നഷ്ടപ്പെട്ട് പോകാണ്ടിരിക്കാൻ വിക്രമിൻ്റെതായിട്ടുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളും ഒക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും സത്യത്തിൽ ഇനി അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഓരോ ദിവസത്തെ എപ്പിസോഡുകൾ ഭയങ്കര ഇമോഷൻ രീതിയിലുള്ള
രീതിയിലുള്ള എപ്പിസോഡുകളാണ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ബേസിക് ഇനി വരാൻ പോകുന്നതിൻ്റെ ഒരു ബേസ് ആണ്, ഞാൻ ഇൻട്രോ പ്രൊമോയാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇനി എന്തൊക്കെയാണ് നമ്മുടെ പവിത്രം സീരിയൽ വരാൻ പോകുന്നതെന്നും, അല്ലെങ്കിൽ നമ്മുടെ വിക്രമും വേദയും ഇനി ഒരുമിക്കുമോ, വേദയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എങ്ങോട്ട് വേദ പോകും എന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. വിക്രം തൻ്റെ വീട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ആരുടെ സഹായമാണ് തേടുക എന്നുള്ളതൊക്കെ. അപ്പം കറണ്ടിനെ സംബന്ധിച്ച് ഇനി എന്തായാലും കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇതിനിടയിൽ ഒരു സീനും കൂടെ വരുന്നുണ്ട്. നമ്മുടെ വാസവൻ നമ്മുടെ വിക്രമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ നിന്റെ മുതലാളിയുടെ എല്ലാ ജോലിയും ഉപേക്ഷിച്ച് നീ എൻ്റെ കൂടെ, അതായത് വാസവൻ MLA വാസവൻ്റെ കൂടെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിന്റെ വീട് നഷ്ടപ്പെടാണ്ടും കറണ്ടും വെള്ളവും ഒക്കെ നിനക്ക് കിട്ടാനുള്ള ഇത് ഞാൻ ചെയ്തു തരാമെന്ന്. പക്ഷെ അത് വിക്രം തള്ളിക്കളയാണ്. കാര്യം എന്ന് വെച്ചാൽ ശ്രീധരൻ മുതലാളി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനെ പോലെയാണ്. ആ ഒരു ബഹുമാനവും സ്ഥാനവുമാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത്. എനിക്കിപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ ഒരിക്കലും ആ ഒരു രീതി ചെയ്യില്ല എന്ന് വാസവൻ്റെ അടുത്ത് പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ വാസവന് ഒരു മോളുണ്ടല്ലോ, ആ മോളുടെ ഒരു ബർത്ത്ഡേ വരുന്നുണ്ട്. ഭയങ്കര ഗ്രാൻഡ് ഫംഗ്ഷനൊക്കെ ആയിട്ടാണ് ആ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടക്കുന്നതും അതിൻ്റെ ബർത്ത്ഡേ പാർട്ടിയോടനുബന്ധിച്ച് വരുന്ന ചില ട്രാജഡി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച വരാൻ പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എപ്പിസോഡുകളാണ് നമ്മുടെ പവിത്രം സീരിയലിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെയും അന്നുള്ള പ്രൊമോ വീഡിയോ ഞാൻ രാവിലെ ഒരു 10-11 മണിക്ക് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് തരിക. അപ്പോൾ ഇതുവരെ എൻ്റെ പ്രൊമോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ 2 ചാനലിൽ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലും അതുപോലെ തന്നെ സുമി മുഫാസ് മനസ്സിലും നമ്മുടെ പ്രൊമോ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാ പേരുടെയും നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക്